ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കലവറയിലൊരു ബീഫ് കൊണ്ട് ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പയും ഒരു ബീഫ് കറി. അത് ബീഫ് കറി എന്ന് പറയുമ്പോൾ അത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മൺചട്ടിയിൽ വയ്ക്കുന്ന ഒരു സ്പെഷ്യൽ ബീഫ് കറിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇച്ചിരി നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കണ്ടില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, തക്കാളി, സവാള, തേങ്ങാക്കൊത്ത്, പച്ചമുളക് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിനി നേരിട്ട് ഇതിൻ്റെ പാചകത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ നമുക്ക് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഏകദേശം ചൂടായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരും. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ആ തേങ്ങാക്കൊത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇടാം. തേങ്ങാക്കൊത്താണ് മുൻപേ മൂത്ത് വരാനുള്ളത്. അത് പച്ച തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു 2-3 വറ്റൽമുളക് ഇരണ്ടാം മുറിച്ചതും കുറച്ച് കറിവേപ്പില നാടനാണെങ്കിൽ ബെസ്റ്റ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ ഇഞ്ചി പൊടിയായി അരിഞ്ഞതാണ്. ഇഞ്ചി ചതച്ചതോ അരച്ചതോ ഒന്നുമല്ല, നാടൻ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി നമ്മൾ ചേർത്ത്. ഇനി അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും ചെറുതായിട്ട് അല്ലികൾ വൃത്തിയാക്കി അതിനെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതുകൂടെ ചേർത്ത് നമുക്കിതിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ മണമൊക്കെ ഒന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളിയാണെങ്കിൽ വളരെ നല്ലത്. സവാളയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 പച്ചമുളക്, ചെറിയ പച്ചമുളക് 3 ചെറുതായി അരിഞ്ഞത് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടി എന്ത് ചേർക്കാം? നമ്മളെന്നും ചേർക്കുന്നത് പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ടി കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ അതുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളി കൂടെ ഒന്ന് വഴണ്ടി വരേണ്ടതായിട്ടുണ്ട്. തക്കാളിയും പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. തക്കാളി വഴണ്ടി വന്നാൽ ഉടനെ തന്നെ നമുക്കിതിലേക്ക് അതിനാവശ്യമായ ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലിയുടെ പൊടി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലിയുടെ പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ കുറച്ച് ബീഫ് എടുത്തിട്ടുള്ളൂ, ഒരു 500 ഗ്രാം ബീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് 2 സ്പൂൺ കാശ്മീരി ചില്ലിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടിയുണ്ട്. ആ ഉലുവാപ്പൊടി കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. നമ്മുടെ നാടൻ കുരുമുളക് പൊടിച്ചതാണ്. ആ കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി വെച്ചു. അപ്പോൾ പൊടികളെല്ലാം നല്ലതുപോലെ നമ്മുടെ ഈ മസാലക്കുള്ളിൽ കിടന്ന് നല്ലതുപോലെ മൂത്ത് വരും. അപ്പോൾ എണ്ണയുടെ അംശം എണ്ണയുണ്ടല്ലോ ഇതിൽ, അപ്പോൾ നല്ലതുപോലെ വരണ്ട് വരും. അപ്പോൾ പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക ബീഫ്. കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തി വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മസാലക്കൂട്ട് ഈ ബീഫിൽ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം.
കണ്ടില്ലേ, ആ പൊടികളും മസാലയും എല്ലാ ഭാഗത്തും പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചേർക്കാത്തത് ഗരം മസാല മാത്രമേ ഇനി ചേർക്കാനുള്ളൂ. ഇപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഒന്ന് മധ്യഭാഗത്തേക്ക് നല്ലതുപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടി കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഒരല്പം കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിതിനെ അടച്ച് വയ്ക്കാം. മൺചട്ടിയുടെ മൂടി കൊണ്ട് നമുക്ക് അടച്ച് ഒരു 10 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ ഇടണം. നമ്മളതിൽ ജലാംശം വളരെ കുറവാണ്, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ബീഫിലുള്ള വെള്ളം നമുക്ക് ഊറി വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കുമ്പോഴത്തേക്ക് തന്നെ അതറിയാൻ പറ്റും. കണ്ടില്ലേ, അപ്പോൾ ആ ബീഫിലുള്ള വെള്ളം ഇതിലേക്ക് ഊർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ബീഫ് വെന്ത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ബീഫിന് വേവ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൽ കുറച്ച് വെള്ളം ചേർക്കണം. വെള്ളം എന്ന് പറയുന്നത് നല്ലതുപോലെ തിളച്ച വെള്ളമേ ചേർക്കാവൂ. എങ്കിൽ മാത്രമേ ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടും. അല്ലെങ്കിൽ ബീഫ് വീണ്ടും ഇതിൽ കിടക്കുന്ന മസാലകളെല്ലാം വീണ്ടും ഹാർഡാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇതിനെ വേവിക്കാം. ഒരു 25 മിനിറ്റൊക്കെ എടുക്കും. ബീഫിന് നല്ല വേവാണെങ്കിൽ നമ്മൾ അല്ലാതെ കുക്കറിലൊന്നും അല്ലല്ലോ വന്നാൽ. ഇപ്പോഴും കണ്ടില്ലേ, ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. കണ്ടില്ലേ, നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമുറി തേങ്ങയുടെ പാല്, 1-ാം പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, കറിയുടെ രൂപം തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അല്ലേ, ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, വളരെ ടേസ്റ്റിയാണിത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ബീഫ് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു. ബാക്കി എല്ലാ മസാലകളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി ഒന്ന് തിളയ്ക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ബീഫ് കറി റെഡിയാവാൻ. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കറി റെഡി. ഇപ്പോൾ അതായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വറ്റി റെഡിയായി. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നെയ്യൊക്കെ തെളിഞ്ഞ് നിൽക്കുക. കണ്ടില്ലേ, ബീഫ് നമുക്കൊന്ന് കോരി നോക്കാം. ഇതുപോലെ നല്ല സൂപ്പർ ബീഫ് കറി, തേങ്ങാക്കൊത്തും തേങ്ങാപ്പാലും ഒഴിച്ച സൂപ്പർ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എങ്ങനെ കഴിക്കാമെന്നുള്ളതാണ്. നമുക്കിപ്പോൾ കപ്പയോട് ഒപ്പം കഴിക്കാം, അതുപോലെ തന്നെ ചപ്പാത്തിയോ പൊറോട്ടയോ എന്തിനോടൊപ്പം വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് കഴിക്കാൻ പോകുന്നത് കപ്പയോടൊപ്പമാണ്. അപ്പോൾ കപ്പയുമായിട്ട് ഇപ്പോൾ ആൾ വരുമ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാളെത്തി കപ്പയുടെ പുറത്തേക്ക് നമുക്കിത് ഇതുപോലെ അങ്ങ് കോരി വെച്ച് കൊടുക്കാം. കണ്ടല്ലേ, വളരെ ടേസ്റ്റിയാണ്. കാണുമ്പോഴേ അറിയില്ലേ അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ സാധാരണ വെക്കുന്ന മെത്തേഡ് മാറ്റിയിട്ട് ഇതുപോലെയൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് വെച്ച് നോക്കണം. സൂപ്പറാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. സ്നേഹപൂർവ്വം, കല്ലറയുടെ കലവറ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോകൾ ഷെയർ ചെയ്യുക.